Parle Fab in yummy chocolate and vanilla crème. സോറി മാഡം, ഞങ്ങൾ ഇവിടെ മുഴുവൻ വൃത്തിയാക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അതവിടെ കൊണ്ടുവച്ചത്. ഇല്ല, ഇതിൽ നിങ്ങളുടെ തെറ്റൊന്നുമില്ല. ഇപ്പോ എന്റെ സമയം ഒട്ടും ശരിയല്ല. സമയമല്ല മാഡം, ക്ലോക്കാണ് തെറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, എന്റെ സമയം ശരിയല്ല. ഓഫീസിൽ പ്രോജക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ അതിൽ ചായ വീണു. സിഗ്നലിൽ കാർ നിർത്തിയിരുന്നപ്പോൾ ഒരു ബൈക്കുകാരൻ വന്ന് അതിൽ ഇടിച്ചു. എന്റെ സമയം ഒട്ടും ശരിയല്ല. ഓഹോ, ദൂരയാത്രയാണെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോകണം. നിങ്ങൾക്ക് ഗഡിയാദാർ സ്വാമിയുടെ സഹായം വേണം. അടികൈ. ഓ, അതാരാണ്? ഓഹോ, വലിയ പ്രശസ്തനായ സ്വാമിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കും. കൂടാതെ നിങ്ങളുടെ ചീത്ത സമയം നല്ല സമയമാക്കി മാറ്റും. ഇതൊക്കെ മണ്ടത്തരമാണ് കണ്ണാ സാറേ. ഇതുപോലത്തെ കള്ളസ്വാമിയാരെ നിറയെ കണ്ടിട്ടുണ്ട്. ഇത് കുട്ടികളെ, അദ്ദേഹം കള്ളസ്വാമിയൊന്നും അല്ല. സമയത്തെ കുറിച്ച് നന്നായി പഠിച്ച ജ്ഞാനമുള്ള ആളാണ്. അദ്ദേഹം എല്ലാ പ്രശ്നവും തീർത്തു വെക്കും. അതെങ്ങനെ സംഭവിക്കും കണ്ണാ സാറേ? അതെ അതെ, എനിക്കും അറിയാം. ഈ സ്വാമിയെ കുറിച്ച് ഞാനും ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഗഡിയാദാർ സ്വാമിയാണ് ഈ കാര്യത്തിന് ബെസ്റ്റ്. കന്നാ സാറേ, എത്രയും പെട്ടെന്ന് സ്വാമിജി നമ്മുടെ വീട്ടിലേക്ക് വിളിക്കൂ പ്ലീസ്. മേഡം, ഇതെല്ലാം വെറും കള്ളത്തരം മാത്രമാണ്. അദ്ദേഹത്തെ കാണുന്ന കൊണ്ട് എന്താ തെറ്റുള്ളത്? ഒരു പക്ഷെ എന്റെ സമയം ശരിയായാലോ? ഓഹോ, പാലിന്റെ അകത്ത് ഞാൻ പഞ്ചസാര ഇട്ട് തരാം. ഇപ്പോ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാം. അടികൈ. അതെ മിസ് കാർക്കർ, പുറത്തു വരൂ. ഓഹോഹോ, നിങ്ങളുടെ സമയം ഡാൻസ് കളിക്കുകയാണ്. നക്ഷത്രങ്ങളാണെങ്കിൽ തുള്ളിച്ചാടുകയാണ്. ഓഹോഹോ, ഈ ഗ്രഹവും നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ എന്താണ്? പ്ലാനറ്റിനെയാ ഗ്രഹം എന്ന് പറയുന്നേ. കോൺസ്റ്റലേഷന് നക്ഷത്രം ഒന്നും പറയാറുണ്ട്. ശരി, ഈ നക്ഷത്രത്തെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? മേഡത്തിന്റെ കാര്യമൊക്കെ തീരട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കേ? എന്ന് പറയൂ സ്വാമി, എന്താണ് എന്റെ പ്രോബ്ലം? എല്ലാ ക്ലോക്കിലും നിങ്ങളുടെ സമയം മോശമാണ് മേഡം. അതെ, ഞങ്ങളുടെ ക്ലോക്കിന് ഒരു പ്രശ്നമില്ല, അതിൽ സമയം കൃത്യമാണ്. നിങ്ങൾ എന്തിനാ എത്ര വലിയ കടികാരം വെച്ചിരിക്കുന്നേ? ഓരോ ഘടികാരവും ഓരോ മനുഷ്യന്റെ സമയം പറയും. പറഞ്ഞാലും സ്വാമി, അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു സമയം വരണം. എന്റെ സമയം ഒന്ന് ശരിയാക്കി തരണം സ്വാമി. എന്തിനാ പേടിക്കുന്നത്? ഞാൻ ശരിയാക്കി തരാന്നേ. വാസ്തുവൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ സമയം ഞാൻ ശരിയാക്കി തരാം. ആദ്യമായിട്ട് ഈ പൂത്തൊട്ടി നിങ്ങളുടെ വാതിലിന്റെ നടുക്ക് വെക്കണം. അല്ല, ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് പോവുക? സൈഡിലൂടെ പൊയ്ക്കൊള്ളൂ. ചീത്ത സമയവും സൈഡിലൂടെ പൊയ്ക്കൊള്ളൂ. അതെയോ? ഓഹോ, ഈ കാർ ഒരു വലിയ പ്രശ്നമാണ്. ഇത് മുന്നോട്ട് പോകുമ്പോഴും സമയദോഷം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പുറകിലോട്ട് പോകണം. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ റിവേഴ്സിൽ പോയാൽ മതി. ഓഹോ, ഒരു മിനിറ്റ്. മഴ പെയ്യാനായി കൂടും കാർമേഘം. 5 കിലോമീറ്ററിലേക്ക് കാർ എങ്ങനെ പിന്നോട്ട് പോകും? ഓഹോ, ചീത്ത സമയം നന്നാവാനായിട്ട് ഇതൊറ്റ മാർഗമേ ഉള്ളൂ. ശരി സ്വാമി, അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം. സമയം മാറണമെങ്കിൽ നമ്മൾ പല സംഭവങ്ങൾ മാറ്റിയേ മതിയാകൂ. നല്ല സമയം വരുമ്പോൾ ഇതെല്ലാം മാറിക്കൊള്ളും. വീട്ടിനകത്ത് കയറി നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓഹോ, ചീത്ത സമയം ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. എല്ലാം മാറ്റിയേ മതിയാകൂ. എല്ലാ സാധനങ്ങളുടെയും സ്ഥാനം മാറ്റണം. എന്താ? ഈ സോഫയുടെ സ്ഥാനം വടക്കോട്ട് നിന്നും തെക്കോട്ടേക്ക് തിരിച്ചു വെക്കണം. സോഫ തിരിച്ചു വെച്ചാ പിന്നെ അതിലെങ്ങനെയാ ഇരിക്കാൻ കഴിയാ? ഓഹോഹോ, കാട്ട്കർ മേഡം ഈ സോഫയിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ എഴുന്നേറ്റ് നടക്കുകയേ ഇല്ല. ജോലിയിലും പണി കിട്ടും. ഓ, വേണ്ട വേണ്ട കുട്ടികളെ, നിങ്ങൾ വേഗം ചെന്ന് ആ സോഫ അവിടുന്ന് തിരിച്ചു വെക്കൂ. Splash, slide, swim, glide. Feel the fun of Fab Ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. ഓഹോഹോ, ഇത് അഗ്നിമൂലയാണ്. അപ്പൊ ഇവിടെ തീ വെക്കണം എന്നാണോ? അല്ല, ഇവിടെയാണ് പാചകം ചെയ്യേണ്ടത്. ഇതെന്തിനാ? എന്നെ ഫ്രൈ ചെയ്യാനാണോ? ഓഹോ, അല്ല,
ഇത് യഥാർത്ഥ സ്ഥാനത്താണ് ഉള്ളത്. എടോ ഗ്യാസിന്റെ മോളിൽ കൊണ്ടുവച്ചാലേ ഞാൻ ഇവിടെ കിടന്ന് കരിഞ്ഞു പോവും. സംശയമുണ്ടോ? കൂടി ഇവിടെ തന്നെ ഇരുന്നോട്ടെ. നീ പുറത്തുള്ള മരത്തിൽ പോയി താമസിക്കേ. കാട്ട്കർ മേഡത്തിന് പച്ച നിറം അത്ര നന്നല്ല. ഇതൊട്ടും ശരിയല്ല. ഞങ്ങൾ വീട്ടിനകത്ത് താമസിക്കുമ്പോ പോപ്പട്ട് മാത്രം പുറത്തോ? അല്ല, അവൻ മാത്രമല്ല, നിങ്ങളും പുറത്തേക്ക് പോവുക. മേഡത്തിന് പശുദോഷം ഉള്ളതാണ്. ഈ പശുദോഷം എന്ന് വെച്ചാൽ എന്താണ്? മൃഗങ്ങൾ കാരണം പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല, എന്റെ കുട്ടികൾ ഒരിക്കലും പുറത്ത് താമസിക്കില്ല. വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കൂ. ഓഹോ, എല്ലാറ്റിനും ഒരു മാറ്റി വരുന്നുണ്ട്. നിങ്ങൾക്ക് പിങ്ക് കളർ നന്നാണ്, അതുകൊണ്ട് എല്ലാരെയും പിങ്ക് കളറിലേക്ക് മാറ്റുക. ഈ കസാരയെ എടുത്ത് ആ ടേബിളിന്റെ പുറത്ത് ചാച്ചി വയ്ക്കുക. ആ ടി വി എന്തിനാണ് നേരെ വെച്ചിരിക്കുന്നത്? തിരിച്ചു വെക്കുക. ആ സോഫയെ അങ്ങോട്ട് മാറ്റി വെക്കുക. കാട്ട്കർ മേഡം ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം നന്നാകും. അല്ല, വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ എന്തായിരിക്കും വിചാരിക്കുക? ഓഹോഹോ, ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരു 12 ദിവസം കട്ടിലിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. പക്ഷെ അതിന്റെ താഴെ ബെഡ് ബോക്സ് ആണല്ലോ. ഓഹോഹോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ താഴെ കിടന്ന് ഉറങ്ങിയാൽ മതി. പക്ഷേ മുകളിൽ കിടക്കരുത്. ഞാൻ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഒരു 10,000 രൂപ അതിലേക്ക് നിക്ഷേപിക്കുക. 10,000 രൂപയോ? അതെ, ബാക്കി പൈസ ഞാൻ സമയം നന്നായതിനു ശേഷം വന്ന് വാങ്ങിച്ചു കൊള്ളാം. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. ബ്രേക്ക് പോയ വണ്ടി തീർച്ചയായും വേഗത്തിൽ ചെല്ലും. മിസ് കാട്ട്കർ, നിങ്ങളുടെ സമയം ഇനി നന്നായിക്കോളും. അടികൈ. നാളത്തോടെ മനസ്സിലാവും ഇതോടെ സമയം നന്നാവോ അതോ ഇല്ലയോ എന്ന്. എന്തായാലും ഇതൊരു സംഭവമായി പോയി. സംശയമുണ്ടോ? എന്നെ രക്ഷിക്കൂ. അയ്യോ, ഒന്ന് രക്ഷിക്കൂ. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, താങ്ക് യു. പക്ഷെ എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ബൈ കുട്ടികളെ. ബൈ. എടേ, ഈ സ്ഥാനം മാറ്റം എല്ലാവർക്കും ഒരു പണിയാവുന്ന തോന്നുന്നത്. സംശയമുണ്ടോ? എന്റെ മേഡം, നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖമല്ലോ? ഹലോ ബണി, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? എന്റെ കാർ ബ്രിഡ്ജിന്റെ അടുത്തുണ്ട്. വേഗം കൊണ്ടുപോയി ഗാരേജിൽ എത്തിക്ക് പ്ലീസ്. മിസ് ഗഡ്കർ, നിങ്ങൾ കാരണം ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ആയിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഇത് സംഭവിച്ചാൽ തീർച്ചയായും ഞാൻ ആക്ഷൻ എടുക്കാം. അണ്ടർസ്റ്റാൻഡ്? മേഡം, ഈ സ്ഥലം മാറ്റ ജോത്സ്യം വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതെ, പുറത്തിറങ്ങിയ നാട്ടുകാരെല്ലാം കൂടി ഞങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തത്തമ്മകളും എന്നെ പിങ്ക് പിങ്ക് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക. സംശയമുണ്ടോ? മാഡം, രാവിലെ മുതൽ നിങ്ങൾക്ക് പരുക്ക് പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ കടിയാൽ സ്വാമി പറഞ്ഞത് കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഒരു കുഴപ്പവുമില്ല, ചില കാര്യങ്ങൾ പതുക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ സംശയിക്കണ്ട. മേഡം, കാറിന് ആക്സിഡന്റ് ആയി. അതെല്ലാം അദ്ദേഹം പറഞ്ഞോണ്ടല്ലേ ഉണ്ടായത്. എന്താ ഭായ്, എന്താ ഇത്ര വലിയ പ്രശ്നം? എടാ, ഒരു ഘടികാര സ്വാമിയെ കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ വെള്ളത്തിലായി. ഓ, അവനായിരുന്നോ? അവൻ എന്റെ ക്ലൈന്റിനെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. അയാളുടെ വീട്ടിലെ ജം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് 110 കിലോയിൽ കുറഞ്ഞ് ഭാരം പൊക്കാൻ പാടില്ല എന്നും പറഞ്ഞിരിക്കുക. എന്നിട്ട് എന്താ, അയാളാണെങ്കിൽ ഉടൻ തന്നെ 110 കിലോ പൊക്കി. എന്നിട്ട് അയാളുടെ വീട്ടിലെ 4 ജോലിക്കാർ അയാളെ പൊക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ കോച്ചിന്റെ ജീവിതം തന്നെ തോലച്ചിരിക്കുകയാണ്. ബോക്സിംഗ് പണി കളഞ്ഞിട്ട് കബഡി കോച്ചാവാൻ പറഞ്ഞു. അദ്ദേഹം കബഡി കോച്ചായി ഉള്ള പണിയും പോയി. ഇപ്പതാ സിഗ്നലിന്റെ അവിടെ നിന്ന് നിലക്കടല വെക്കുക. വരൂ, നമുക്ക് ഈ കാര്യം മാഡത്തിനോട് പറഞ്ഞേക്കാം. മേഡം എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല. അവന്റെ കള്ളത്തരം മൊത്തം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. ജോർദാർ, രാവിലെ മേഡം വീട്ടിലേക്ക് വരാൻ പറഞ്ഞൊന്ന് ആ ഘണ്ടാ ഘടികാര സ്വാമിയോട് പറയണം. അല്ല, ഇതാരും സോമജിയാണോ? വരൂ വരൂ വരൂ. നിങ്ങളല്ലേ വിളിച്ചത്? അതുകൊണ്ട് ഞാൻ ഉടനെ ഇങ്ങെത്തി. അല്ല, ഇതെന്താണ്? ഇത് ദിവ്യമായ ഒരു സ്റ്റോൺ ആണ്.
ഈഹോഹോ, ഈ സ്റ്റോൺ നിങ്ങളുടെ നക്ഷത്രങ്ങൾ മാറ്റിമറിച്ച് നിങ്ങൾക്ക് നല്ല സമയം കൊണ്ടുവരുന്ന ഒരു സ്റ്റോൺ ആണ്. ഈ ചുമന്ന കല്ലിന് വില വെറും 2 ലക്ഷം മാത്രമാണ്. ഇത് കാരണം എന്റെ സമയദോഷം മാറുമോ? തീർച്ചയായും ഇതാ എന്റെ കൈ മുഴുവനും ഉണ്ടത്. ഓരോ പ്രശ്നത്തിനും ഓരോ കല്ലുകൾ. അപ്പൊ അങ്ങേക്ക് ഒരു പ്രശ്നവും വരൂലെന്നാണോ? അതെ, തീർച്ചയായിട്ടും വരികയില്ല. അയ്യോ, അയ്യോ, ഓഹോഹോ, ഈ പ്രശ്നം എവിടെ നിന്നാണ് വരുന്നത്? പ്രശ്നം അങ്ങക്ക് വരികയില്ലല്ലോ, കാരണം അങ്ങ് സ്റ്റോൺ അണിഞ്ഞിട്ടുണ്ടല്ലോ. ആവിന്റെ മോളിൽ നിന്ന് തണ്ണിമത്തനാ താഴേക്ക് വീഴുന്നേ. നിങ്ങളുടെ സമയം ഒട്ടും ശരിയല്ലാന്ന് തോന്നുന്നു. സംശയമുണ്ടോ? എന്റെ എല്ലാ സമയം ഇന്നത്തോടെ തീർത്തു തന്നേക്കണം. ഇന്നത്തോടെ സമയം നന്നായിക്കോളും. എന്റെ ഭായ് തന്റെ ചീത്ത സമയം തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ. എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. എന്റെ ഭായ് ആലോചിച്ച് പറയേ, ഞാൻ വിടണോ? വേണ്ട വേണ്ട, എന്നെ താഴെ ഇറക്കി വിട്ടേക്ക്. നിങ്ങളുടെ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. എനിക്ക് പൈസയൊന്നും വേണ്ട, എന്റെ നല്ല സമയം വേണം. അങ്ങനെ 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 ഒന്നും ആർക്ക് സമയം മാറ്റി കൊടുക്കാൻ പറ്റില്ല. അവരവരുടെ വിശ്വാസത്തിനെ മുതലെടുത്ത് ഞാൻ കാശുണ്ടാക്കുകയാണ്. അവരെ സമയം നന്നാകുമ്പോൾ എല്ലാം നന്നായിക്കൊള്ളും. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവനെ വേഗം താഴേക്ക് കൊണ്ടുപോവാ. ഐ എം സോറി, ഐ എം വെരി സോറി. ഞാൻ എന്റെ തെറ്റുകൾ മനസ്സിലാക്കി. എന്തിനാ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത്? നിങ്ങളെ പോലെയുള്ളവരെ എല്ലാരും വിശ്വസിക്കുകയാണ്. ആ അവസരം നിങ്ങൾ മുതലെടുക്കുകയാണോ? ഇനി ഇങ്ങനെ ചെയ്താൽ തന്നെ ഞാൻ വച്ചേക്കില്ല. തോത്തറാം, ഇയാൾ ഇവിടുന്ന് കൊണ്ടുപോയി നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡയുടെ കയ്യിൽ ഏൽപ്പിക്കൂ. വേഗമാകട്ടെ. അത് ശരി മാഡം, ഞങ്ങളെ നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ? ഓ ദാ നോക്ക്, ഓരോ പ്രാവശ്യം ബൈ ബൈ എന്ന് പറയുമ്പോ തന്നെ അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഞാൻ കാട്ട്കാരാണ്, അല്ലാതെ ഹണിയല്ല. കണ്ടോ, ഞാൻ ഇത്രയ്ക്ക് ഫണ്ണിയാണോ? കാരണം മാഡം പോലും എന്നെ കുറിച്ച് തമാശ പറയുകയാണ്. ഐ എം ഫണി ഹണി. എന്താണ് എന്ത് പറയുന്നത് സ്വാമി? എന്റെ സമയം ഇനി അത്ര നന്നല്ല. ഇനി ജയിലിലേക്ക് പോയി തന്റെ സമയം ഒന്ന് നന്നാക്കി എടുക്കാൻ നോക്ക്.